അപ്പോൾ ടോട്ടൽ ഏണിങ്സിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. 60 ദിവസം കൊണ്ട് ഏകദേശം 1,12,000 രൂപ ഏൺ ചെയ്തതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ. അപ്പോൾ ഇത് പുതിയ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമുക്ക് സെപ്റ്റംബർ മാസം 11-ാം തീയതി തൊട്ടുള്ള ഏണിങ്സ് പറയാം. ഇന്നിപ്പോൾ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 23 സെപ്റ്റംബർ ആണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും 10-12 ദിവസം പോയിട്ടുണ്ട്. പക്ഷേ എന്തായാലും വലുതായിട്ടൊന്നും ഓടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറൗണ്ട് സെപ്റ്റംബർ മാസം ഒരു മിനിറ്റ് സ്ക്രീൻ കേട്ട് ഞാൻ അറൗണ്ട് സെപ്റ്റംബർ 11-ാം തീയതി 499, 13-ാം തീയതി 603, 14-ാം തീയതി 999. അപ്പോൾ ഇത് നമുക്ക് 2 ദിവസമായിട്ട് കൂട്ടാം. കാരണം ഈ 2 ദിവസം ഞാൻ ചുമ്മാ റാൻഡമായിട്ട് പീക്ക് മാത്രം നിന്ന് ഏൺ ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്ത ആഴ്ച പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തിങ്കളാഴ്ച വെച്ച് ബാക്കി എല്ലാ ദിവസവും ഞാനൊന്ന് ഓടിയിട്ടുണ്ട്. ബാക്കി എല്ലാ ദിവസവും അത്യാവശ്യം നല്ലൊരു ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന ലെവലിലേക്ക് ഓടിയിട്ടുണ്ട്. അത്യാവശ്യം എന്ന് പറയുമ്പോൾ 4 ദിവസം നിന്ന് ഫുള്ളടിച്ചു. പിന്നെ ബാക്കി എല്ലാ ദിവസവും ചുമ്മാ റാൻഡമായിട്ട് പോയി. ഇന്നിപ്പോൾ 23-ാം തീയതി നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ വീണ്ടും ഉഴപ്പി 175 രൂപ മാത്രമാണ് തിങ്കളാഴ്ച ഏൺ ചെയ്തിട്ടുള്ളത്. 3 ഓർഡറും. ഈ കഴിഞ്ഞ വീക്കിൽ 109 എടുത്തു. കാരണം ഇവർ ചുമ്മാ മനുഷ്യരെ കൊല്ലുന്ന ലെവലുള്ള ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ഇടുന്നു. ഓർഡർ എമൗണ്ട് കൂട്ടുന്നു, ഓർഡർ പേയുടെ എമൗണ്ട് കൂട്ടുന്നു. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് തരുന്നുമില്ല. 12-13 മണിക്കൂറൊക്കെ നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ ബാക്ക് പെയിൻ എടുക്കുന്നുണ്ട്. പിന്നെ വല്ലാത്ത രീതിയിലൊക്കെ നമ്മുടെ മൂഡൊക്കെ പോകുന്നുണ്ട്. കാരണം അടുപ്പിച്ചൊരു 4 ദിവസം നിന്ന് കഴിഞ്ഞാൽ ബോഡി മൊത്തം ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഉറക്കം കറക്റ്റ് ആവുന്നില്ല. പിന്നെ ചില ഹോട്ടലിലൊക്കെ അനാവശ്യ വെയിറ്റിംഗ് ആണ്. കഴിഞ്ഞ ആഴ്ച ഒരു കസ്റ്റമർ അറൗണ്ട് 25-30 മിനിറ്റ് റോഡിൽ നിർത്തിയിരുന്നു. അതൊക്കെ ചുമ്മാ ദേഷ്യം വരും. അപ്പോൾ പിന്നെ 2 ദിവസം എടുത്ത് ഒന്ന് പീസ്ഫുള്ളായിട്ടൊന്ന് മൈൻഡ് ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് വീണ്ടും ഇറങ്ങാമെന്ന് വെച്ചു. കാരണം ഇതൊക്കെ തന്നെയാണല്ലോ വീട്ടിൽ നമ്മൾ കേൾക്കുന്നത് കാണുന്നത്. കാരണം ഏതെങ്കിലും ഒരു ഹോട്ടലുകാരനെ നമ്മളെ അടുപ്പിച്ച് 1 മണിക്കൂർ നിർത്താം, ഒരു കസ്റ്റമറിനെ പിടിച്ച് നിർത്താം. പക്ഷേ നമുക്കൊരു 10 മിനിറ്റ് ദിവസം നിൽക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ ഉടനെ വിളിക്കും സൊമാറ്റോ കോള്, നിങ്ങളുടെ ഓർഡർ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. റെസ്റ്റോറൻറ്റ് വെളിയിൽ ചെന്നാലോ അപ്പോൾ കാണിക്കും 10 മിനിറ്റും 20 മിനിറ്റും വെയിറ്റിംഗ് എന്ന്. പിന്നെ അവിടെ വെളിയിൽ നിൽക്കണം. അങ്ങനെയൊക്കെ മൊത്തത്തിൽ പിന്നെ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഏണിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മന്ത്ലി ഏണിങ്സ് സെപ്റ്റംബർ മാസം ടോട്ടൽ 20,295 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് 23-ആയി. ഇനി നമ്മുടെ മുന്നിൽ 7 ദിവസമുണ്ട്. ഈ 7 ദിവസം കൊണ്ട് ഒരു 10,000 രൂപയും കൂടെ ഏൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ മാസം കറക്റ്റ് 30 രൂപ പേയ്മെൻറ്റ് നമ്മൾ കിട്ടിയേനെ. കാരണം ഇവിടെ 2-ാമത്തെ ആഴ്ച ഞാൻ ഒന്നും ഓടിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റിലെ ലാസ്റ്റ് ആഴ്ചയെ 9,000 എടുത്തു, സെപ്റ്റംബറിലെ ആദ്യത്തെ ആഴ്ച 9,000 എടുത്തു. അപ്പോൾ 2 ആഴ്ച കൊണ്ട് ഞാൻ 18,000 രൂപ ഏൺ ചെയ്ത് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് സ്ലോ ആക്കിയാണ് അടുത്ത ഒരാഴ്ച ഒരു ഏണിങ്സും എടുക്കാതിരുന്നത്. 2,000 സംതിങ് മാത്രം എടുത്താണ് ഞാൻ നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം 7,666 രൂപ എടുത്തിട്ടുണ്ട്. ഇനി ഈ വീക്ക് എത്ര രൂപ ഏൺ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്മുടെ വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1, 2, 3, 4, 5, 6 ദിവസം. അപ്പോൾ നമ്മൾ ടോട്ടലി 6 ദിവസത്തെ അല്ലെങ്കിൽ 7 ദിവസത്തെ പേയ്മെൻറ്റാണ് നോക്കേണ്ടത്. കാരണം 1, 2, 3, 4 ഇത് 5, ഈ 2 ദിവസം 5 ആയിട്ട് കൂട്ടാം. 5, 6.5 6.5 പറ 7 ദിവസം. നമുക്ക് 7 ദിവസത്തെ പേയ്മെൻ്റ് ആയിട്ട് തന്നെ കൂട്ടാം. 7 ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 10,000 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത്. അതായത് ഏകദേശം 67 ദിവസം കൊണ്ട് ഒരു 1,20,000 അടുപ്പിച്ച് പേയ്മെൻറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾ തംബ്നെയിലിൽ നോക്കിയാൽ മതി എത്ര കറക്റ്റ് പേയ്മെൻറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത മറ്റൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് വരും വരെ